പുനലൂരിലെ ദേശനിവാസികളായ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുനലൂരിന്റെ മണ്ണിലെ അഭിമാനങ്ങളായ മനുഷ്യസ്നേഹികളായ ദൈവസ്നേഹികളായ എല്ലാ മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധ ഒരല്പസമയത്തേക്ക് ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഭാരതം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭാരതം ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തിയിൽ നിന്ന് ഒരു കരാളഹസ്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഭാരതം നാനാത്വത്തിൽ ഏകത്വമെന്ന അതിശക്തമായ ആശയം പിറവികൊണ്ടതിന്റെ ഓർമ്മയുടെ കാലഘട്ടത്തിൽ ഇന്ന് കരവാളൂരിൽ നിന്ന് ആരംഭിച്ച സുവിശേഷ സന്ദേശയാത്ര കടശി യോഗത്തോടുകൂടി ഈ പുനലൂരിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പുനലൂരിന് ഓർത്തെടുത്തു പറയാൻ അഭിമാനിക്കാൻ തക്കതായ നിരവധി വസ്തുതകൾ മറ്റാർക്കുമില്ലാത്തതുപോലെ, കേരളത്തിൽ മറ്റൊരു ജില്ലയ്ക്കോ മറ്റൊരു സ്ഥലത്തിനോ ലഭിക്കാത്തതുപോലെ പുനലൂരിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ചങ്കുറ്റത്തോട് വേണമെങ്കിൽ പറയാം. എക്കാലവും ചരിത്രം തലയെടുപ്പോടെ നിൽക്കുന്ന തൂക്കുപാലമുള്ള നാടാണ് പുനലൂർ. തമിഴ്നാടും കേരളവും തമ്മിൽ എതിരേറ്റ് സമ്പർക്കം പുലർത്തുന്ന ഒരു പട്ടണമാണ് പുനലൂർ. തീർന്നില്ല, കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായ നഗരമാണ് പുനലൂർ. റെയിൽവേയുടെ അതിവികസനമായ പാത ആദ്യമായി കടന്നുപോയ പട്ടണത്തിന്റെ പേരാണ് പുനലൂർ. പുനലൂർ, പുനം എന്ന് പറഞ്ഞാൽ വെള്ളം, ഊര് എന്ന് പറഞ്ഞാൽ വീട്, വെള്ളത്തിന്റെ വീടെന്നർത്ഥം വരുന്ന ഒരു നഗരത്തെയാണ് പുനലൂർ എന്ന സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, അഭിമാനത്തോടെ, തലയെടുപ്പോടുകൂടി നാം ഉയർത്തിപ്പിടിക്കുന്നത്. 79ാമത് സ്വാതന്ത്ര്യദിനം ഭാരത ജനത ആഘോഷിക്കുന്ന വേളയിൽ നാം സ്മരിക്കേണ്ട മഹാരഥന്മാർ നിരവധി പേർ ഈ മണ്ണിൽ ഉദയം കൊണ്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ തുടങ്ങിയ അനവധി മഹാരഥന്മാർ ചുടുചോര ചിന്തി ജീവിതം ബലിയർപ്പിച്ച് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നെഞ്ചും നെറ്റിയും കാണിച്ച് നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഈ രാത്രിയിൽ ഭാരതം മുഴുവൻ ഒറ്റക്കെട്ടായി ചോദിക്കേണ്ടതും ചോദിക്കാൻ മറന്നുകൂടാത്തതുമായ ഏക ചോദ്യം, യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻപിൽ നിന്ന് പോരാടിയ സ്വദേശാഭിമാനികളായ മഹാരഥന്മാരുടെ അകത്തളത്തിൽ അന്തരിച്ച അതേ ആശയം ഉൾക്കൊണ്ട ഒരു ഭാരതത്തിലാണോ നമ്മൾ ചുവടുറച്ചു നിൽക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ അകത്ത് ഉയർന്നു വരേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് സംസാരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ പുനലൂരിന്റെ മണ്ണിൽ വെണ്മവസ്ത്രധാരികളായി ഒരുപറ്റ ദൈവമക്കൾ യേശുവിനെ ഉയർത്തുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഭാരതം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? അല്ല. ആ മഹാരഥന്മാരുടെ അകത്തങ്കരിച്ച അതേ ആശയത്തിൽ തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തനതായ ആശയത്തിൽ ഭാരതത്തിന്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ചങ്കുറ്റത്തോടെ നെഞ്ചും നെറ്റിയും ഉയർത്തി ഏത് ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് പറയാൻ കഴിയും? യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നിസ്സംശയം പറയാൻ കഴിയും. യഥാർത്ഥ ഇതിന് മുന്നിൽ പ്രവർത്തിച്ച മഹാരഥന്മാർ മനോമുഖരത്തിൽ കണ്ട സ്വപ്നങ്ങൾ പടുത്തുയർത്തിയ ഒരു ഭാരത മണ്ണിലല്ല നമ്മൾ ഈ രാത്രി ചിലവഴിക്കുന്നത്. ഇഷ്ടപ്പെട്ട ആകാരം ഇഷ്ടം പോലെ രുചിച്ചു എന്ന ആരോപണത്തിൽ വീടിലേറി മൃഗതുല്യം തല്ലിച്ചതച്ച് കൊല ചെയ്തതും ഈ ഭാരത മണ്ണിലാണെന്ന് മറക്കണ്ട. ഇതേ മണ്ണിൽ തന്നെയാണ് ഭാഷയുടെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും മനുഷ്യനെ വകതിരിച്ചിട്ടുള്ളത് മറക്കണ്ട. ഇഷ്ടപ്പെട്ട ആശയം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, ഇഷ്ടപ്പെട്ട ആശയം എഴുതിയതിന്റെ പേരിൽ നിറത്തോക്കിൽ നിന്നും നിറയൊഴിക്കപ്പെട്ടതിനാൽ നെഞ്ചിൽ തുളവീണ് പുറകോട്ട് വീണ് മരിച്ച എത്രയോ ആശയ സമ്പുഷ്ടർ ഈ മണ്ണിൽ നിവദിച്ചിട്ടുണ്ട്. ഭാരതത്തിനത് മറക്കാൻ കഴിയുമോ? എവിടെയാണ് സ്വാതന്ത്ര്യം? മഹാരഥന്മാർ വിഭാവനം ചെയ്ത ഭാരത മണ്ണിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. ആ മണ്ണിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എവിടെയൊന്ന് ചോദിക്കുന്നതിന് ഒരേ ഒരു മഹാരഥൻ, ഒരേ ഒരു മഹാൻ, ഒരേ ഒരു മനുഷ്യൻ, ഒരേ ഒരു മാനവികതയിൽ കാൽ ചവിട്ടിയ ഒരുവൻ ആ പാത്രം പാലസ്തീൻ നദിക്ക് മുഴുകുമാറ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾ
സത്യം അറിയുന്നെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, യേശു ഇങ്ങനെ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പുനലൂരിലെ കൂടപ്പുറപ്പ്, വാത്സല്യ സഹോദര, വാഹനങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഈ ശബ്ദവേദി കാതിൽ തുളച്ചു കേൾക്കുന്ന എന്റെ മാന്യ ശ്രോതാവേ, യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സാമാന്യമായ ചോദ്യം, എന്താണ് സത്യം? അതിന് ഉത്തരം യേശു കർത്താവ് ഉലകത്തിൽ പാലസ്തീൻ നദിക്ക് മുഴങ്ങുമാറ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനും കൂടെ സത്യമാണെന്നല്ല, ഞാനും കൂടെ വഴിയാണെന്നല്ല, അനേക വഴികളിൽ ഒരു വഴി ഞാനാണെന്നല്ല, ഒരുവനെ ഉലകത്തിൽ ഉദയം കൊണ്ടതിൽ ചങ്കുറ്റത്തോടെ സധൈര്യം ഒരുവനെ ഉലകത്തിൽ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എന്താണ് വഴി? എന്താണ് വഴി? രണ്ട് വിദൂര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണോ അതാണ് വഴി. കൊട്ടാരക്കര എന്ന് പറഞ്ഞ കേന്ദ്ര ബിന്ദുവായ സ്ഥലവും തൂക്കുപാലത്തിൽ നാടെന്നറിയപ്പെടുന്ന കേന്ദ്ര ബിന്ദുവായ പുനലൂരും തിരുമംഗല റോഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പോലെ പാപം ചെയ്ത മനുഷ്യനും പരിശുദ്ധനായ ദൈവം തമ്മിൽ അകന്നു പോയപ്പോൾ ഉലകത്തിൽ പാപം ചെയ്ത ദൈവത്തിൽ അകന്നുപോയ മനുഷ്യന് ദൈവത്തോട് അടുപ്പിക്കാൻ ഉലകത്തിൽ ഒരുവനെ കഴിഞ്ഞുള്ളൂ. അവൻ ലോകത്തോട് വിളിച്ചു വന്ന പേര് ഞാൻ തന്നെ വഴിയാകുന്നു. അനേക വഴികൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് നമ്മെ വഴികാട്ടികൾ നിരവധിയുണ്ട്. അതിനും വിശുദ്ധ വേദപുസ്തകം മറുപടി പറയുന്നു, കുരുടനെ വഴികാട്ടുന്നത് പോലെ അനേക കുടിയിൽ വീണ കുരുടന്മാർ അത് വഴിയാക്കാം, ഇത് വഴിയാണ്, ഇതിലൂടെ സഞ്ചരിക്കാമെന്ന് പറയുമ്പോൾ ഒരുവൻ നെഞ്ചു നിവർത്തി ഉലകത്തിലുള്ള മാനവജാതിയോട് ഉച്ചസ്ഥലം വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴി. പാപമോക്ഷത്തിന്റെ പടുകുഴിയിൽ മോക്ഷം കാണാൻ കഴിയാതെ നട്ടം തിരിയുന്ന നാട്ടുകാരോട് നട്ടലുയർത്തി ഒരു സുവിശേഷ രാജവീര്യത്തോട് ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, ഉലകത്തിൽ ഒരു വഴിയേ ഉള്ളൂ, അത് നസറേയനായ യേശു കർത്താവാണ്. മറ്റൊരു വഴിയില്ല. കുറെ പേർ വടക്കോട്ട് രക്ഷ തേടി പോകുമ്പോൾ വടക്കുന്ന കുറെ പേർ തെക്കോട്ട് രക്ഷ തേടി പോകുന്നു. കുറെ പേർ കിഴക്കോട്ട് രക്ഷ തേടി പോകുമ്പോൾ കിഴക്കുന്ന കുറെ പേർ പടിഞ്ഞാറോട്ട് രക്ഷ തേടി പോകുന്നു. അർത്ഥാൽ ഒരിടത്തും മോക്ഷം കിട്ടുന്നില്ല. പണം ചിലവഴിച്ചും ആരോഗ്യം ചിലവഴിച്ചും മോക്ഷം പ്രാപിക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന മാനവജാതിയോട് പറയുന്നു, നിന്റെ ഒന്നും എനിക്ക് വേണ്ട. മണ്ണിൽ നിന്ന് പൊടിയെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ സൃഷ്ടിതാവ് തന്നെ ഉലകത്തോട് വിളിച്ചു പറയുന്നു, ദൈവത്തിലേക്ക് യഥാർത്ഥ മോക്ഷത്തിലേക്ക് അടുപ്പിക്കാൻ ഉലകത്തിൽ ഒരു വഴിയേ ഉള്ളൂ, അത് നസറേയനായ യേശു കർത്താവ്. ശക്തിയോടെ ദൈവമക്കളെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്താണ് സത്യം? ഒരുപാട് സത്യങ്ങളില്ല. യേശു തന്നെ മഹാസത്യമെന്ന് എന്റെ വാക്കും ഭാഷയും കൂടാതെ തന്നെ ചരിത്ര താളുകളിൽ ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുള്ള ഉറപ്പിച്ച ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു മഹാസത്യമാണ് നസറേയനായ യേശു കർത്താവ്. ചരിത്ര താളുകളിൽ വീട്ടിൽ തൂക്കിയിട്ട് ആണിയിൽ ഫാനിടുമ്പോൾ തെക്കോട്ടോ വടക്കോട്ടോ ആടുന്ന കലണ്ടറിൽ സൂക്ഷിച്ചു നോക്കുന്നവനും അതിലൂടെ യേശു എന്ന മഹാസത്യത്തെ വിസ്മരിക്കാൻ കഴിയില്ല. കാലഘട്ടത്തിന്റെ വിരിമാറി പിളർത്തിക്കൊണ്ട് ഏടിയെന്നും ബിസിയെന്നും പിളർത്തിക്കൊണ്ട് നസറേയൻ ഉദയം കൊണ്ടെങ്കിൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ സത്യം. ആ സത്യത്തെ മായ്ച്ചു കളയാൻ കാലാകാലന്റെ സാമ്രാജ്യത്തെ ശക്തികൾ ഉദയം കൊണ്ടിട്ടുണ്ട്. ആ ഉലകത്തിന്റെ പറയെ, ആ യുഗങ്ങളുടെ പറയെ അടിച്ചു തകർക്കാൻ നിരവധി രാഷ്ട്രീയ ശക്തികൾ എന്ന കൂടങ്ങൾ, നിരവധി അധികാര കൂടങ്ങൾ ഉദയം കൊണ്ടിട്ടും ആ പാറ തകർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തി പറയുന്നു, നിത്യമായ യുഗങ്ങളായി സത്യമായി നിൽക്കുന്ന ഒരു പാറയുള്ളൂ, അത് നസറേയനായ യേശു കർത്താവത്രേ. തകർക്കാൻ കഴിയാത്ത വിശ്വാസം തീർന്നില്ല. ഉലകത്തിൽ ചരിത്രമായി ഉയർന്ന തലയെടുപ്പോടുകൂടി ക്രിസ്തു ജനിച്ച സ്ഥലം അതുപോലെ മാനവജാതിക്ക് മുഴുവൻ കാണത്തക്കവണ്ണം
ഇന്നും വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നു. തീർന്നില്ല. അവൻ സഞ്ചരിച്ച പാത, അവൻ കാൽച്ചവിട്ടിയ മണ്ണ്, അവൻ നടന്ന വഴികൾ, അവൻ മരിച്ചു വീണ സ്ഥലം, അവൻ ക്രൂശിക്കപ്പെട്ട ഗോൽഗോഥ മലമുകൾ, തീർന്നില്ല. അവനെ അടക്കം ചെയ്ത കല്ലറ ഇന്നും ചരിത്രത്തിന്റെ സ്മാരകമായി ഒരു ശക്തിക്കും മാറി മാറി വന്ന യുദ്ധങ്ങൾക്കോ മാറി മാറി വന്ന ഭരണകൂടങ്ങൾക്കോ തകർക്കാൻ നോക്കിയിട്ടും തകർക്കാൻ പറ്റാത്ത ചരിത്രമഹാസത്യമായി ഉലകത്തിന്റെ മുമ്പിൽ ഉദയം കൊണ്ട് നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയും, ഒരു സത്യമേ ഉള്ളൂ, അത് നസ്രയനായ യേശു കർത്താവത്രേ. ഈ ഭൂമിയിൽ ഉദയം കൊണ്ട് നിരവധി മഹാന്മാർ അതുപോലെ തന്നെ അസ്തമിച്ചു പോയിട്ടുണ്ട്. ഞാൻ മഹാൻ എന്ന് പറഞ്ഞ നിരവധി പേർ ഈ ഉലകത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. തീർന്നില്ല. മനുഷ്യത്വം അഭിവൃദ്ധി പ്രാപിച്ച് ദൈവത്വത്തിലേക്ക് എത്തിയ ഒരുപാട് മനുഷ്യത്വം ദൈവത്വം പ്രാപിച്ച ഒരുപാട് പേർ ഉദയം കൊണ്ടിട്ട് വന്നിട്ടുണ്ട്. നിസ്സാര ജലദോഷം പനി കൊണ്ടൊക്കെ ആ ദൈവത്വം അസ്തമിച്ചു പോയപ്പോൾ ഉലകത്തിൽ ആർക്കും അടച്ചു കളയാൻ കഴിയാത്ത ഒരൊറ്റ കല്ലറ ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ കല്ലറയേ ഉള്ളൂ. മരിച്ചുപോയ മഹാരഥന്മാരുടെ മുഴുവൻ കല്ലറകളും ഇന്ന് അടഞ്ഞു കിടന്നിട്ട് അവിടെ ഉല്ലേഖനം ചെയ്ത് ഉറക്കെ എഴുതി വെച്ചിരിക്കുന്നു, അവർ ഇവിടെ അന്ത്യവിശ്രാമം കൊള്ളുന്നു. എന്നാൽ ഒരേ ഒരു കല്ലറയിൽ അത് തുറന്നു കിടക്കുന്നു. തീർന്നില്ല സഹോദര, തുറന്നു കിടക്കുക മാത്രമല്ല, എല്ലാ ഭാഷക്കാർക്കും എല്ലാ ജാതികൾക്കും എല്ലാ ദേശക്കാർക്കും ഒരുപോലെ വായിച്ചറിയത്തക്കണം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. യേശു ജനിച്ചതും യേശു ജീവിച്ചതും യേശു മരിച്ചതും തീർന്നില്ല. കൂടപ്പുറപ്പെ ശ്രദ്ധിക്കണം, യേശു ഉയർത്തെഴുന്നേറ്റതും ഒരു കാലഘട്ടത്തിന് മായ്ച്ചു കളയാൻ കഴിയാത്ത മഹാസത്യമായി ഉദയം കൊണ്ട് നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ ഉറച്ചു വിളിച്ചു പറയുന്നു, ഒരേ ഒരു സത്യമേ ഉള്ളൂ, അത് നസ്രയനായ ക്രിസ്തുവത്രേ. യേശു പറഞ്ഞ മൂന്നാമത്തെ അവകാശവാദം, ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയാത്ത അവകാശവാദങ്ങൾ, ഞാൻ തന്നെ ജീവനാകുന്നു. ഒരുപാട് ശാസ്ത്രം അഭിവൃദ്ധി പ്രാപിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. ഗവേഷണ സാധ്യതകൾ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. എന്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമായി മാറിയിട്ടുണ്ട്. കാളവണ്ടി യുഗത്തിൽ നിന്ന് മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിലേക്കും കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് മനുഷ്യൻ ഹൈടെക് യുഗത്തിലേക്കും തീർന്നില്ലല്ലോ, കുതിച്ചു കയറി എയുടെ കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടിട്ടും ഇന്നേ വരെ നിശ്ചലമായ നാഡിനരമ്പുകൾ ജീവനറ്റുപോയ മനുഷ്യ ശരീരത്തിന് നിന്നുപോയ മരണം സ്മരിച്ച ഒരു മനുഷ്യ ശരീരത്തിന് ജീവൻ തിരിച്ചു കൊടുക്കാൻ ഉലകത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. യേശു നസ്രയനായ നാടിൽ അത്ഭുതം ചെയ്ത അതേ വേളയിൽ മരിച്ചു 4 ദിവസമായി നാട്യം വെച്ച ലാസറിനെ സഹോദരങ്ങൾ പറഞ്ഞു, ചർച്ചക്കാർ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേൽക്കില്ല. നാട്യം വെച്ച ലാസറിന്റെ കല്ലറയ്ക്കകത്തുനിന്ന് അടിമുടി കെട്ടിയ ഒരു മൃതശരീരം ജീവൻ പ്രാപിച്ച് ഉലകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കഥയല്ല. പാലസ്തീനിൽ ആ കല്ലറയിൽ ചരിത്രമായി നിലനിൽക്കുന്നു. പറയുന്നു, ഏതെങ്കിലും ഒരു മനോമുഖത്തിൽ ജാതിഭേദമന്യേ അല്ലാതെ പാപത്തിന്റെ പടുകൊടിയിൽ നിന്ന് പുതുജീവൻ കൊടുത്തൊരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നെങ്കിൽ അത് ഒരുവനെ കഴിയൂ, നസ്രയനായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ഒരു കാര്യം പറയാതെ ഈ പ്രഭാഷണം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മറ്റൊന്നുമല്ല, നമ്മളെ പറ്റിക്കുന്ന ഓരോ കാലഘട്ടവും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചുടുചോര ചിന്തി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരമുറകൾ അപേക്ഷിച്ചു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അണിയണിയായി ജാതി വർണ്ണ വിവേചന മത വ്യത്യാസമില്ലാതെ സ്വാതന്ത്ര്യം ഒരുത്തന്റെ വകയല്ല, സ്വാതന്ത്ര്യം ഒരു വർണ്ണക്കാരന്റെ വകയല്ല, സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരു മതത്തിന്റെയും വകയല്ല. ഈ ഭാരതത്തിലെ മുഴുവൻ ജനതയും തോളോട് തോള് ചേർന്ന് സമരമുഖത്തിൽ ഇറങ്ങിക്കൊണ്ട് നേടിയ ഈ സ്വാതന്ത്ര്യം ഈ ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെയും സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ ഈ വേളയിൽ ഉറക്കെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മറ്റൊരു കാര്യം, എല്ലാവരും നമ്മളെ മാറി മാറി പറ്റിക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് നിൽക്കും കഴിയില്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 അറിയും. പക്ഷെ 1947 ജൂൺ മാസം 3-ാം തീയതി ചരിത്രത്തിൽ വായിക്കാൻ പറ്റില്ല. പലരും വിസ്മരിച്ച് കളയുന്ന ഒരു സംഭവ സവിശേഷത, ഒരിക്കലും തേച്ചു മരിച്ചു കളയാൻ കഴിയാത്തൊരു കറ മുറിപ്പാണ് ഈ ഭാരതത്തിന്റെ മണ്ണിൽ വീണു. ഭാരതമെന്ന ആർഷഭാരതത്തിന്റെ തിരുമാറിൽ കത്തി കുത്തി ഇറക്കി രണ്ടായി പിളർന്ന് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് മാറ്റി നിർത്തി സ്വാതന്ത്ര്യം നൽകുകയാണെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ നമ്മെ പറ്റിച്ചു. ഇന്നും അതിർത്തിയിലെ യുദ്ധങ്ങളും ആയുധക്കോപ്പുകളും
അണിയറയിൽ ഒരുങ്ങുന്ന മൂർച്ചനെറ്റു കൂട്ടുന്ന ആയുധങ്ങളും ഏത് ഇന്ത്യനാണ് അകത്തളത്തിൽ ഭീതിയില്ലാത്ത വാസ്തവത്തിൽ ചക്കുയർത്തി പറയാമോ ഞങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണെന്ന്? യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരല്ല. പലപ്പോഴും യുദ്ധരീതിയും യുദ്ധ സംഭവങ്ങളും ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഹിരോഷിമയിൽ വീണത് ഒരു അണുബോംബാണെങ്കിൽ അതിനെ കുട്ടി ബോംബെന്നേ വിളിച്ചിട്ടുള്ളൂ. അതിന്റെ അർത്ഥം കുട്ടിയെ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ, അമ്മ അകത്തിരിക്കുന്നേ ഉള്ളൂ. സമാധാന കരാറിൽ ഒപ്പുവെച്ച് കൈകൊടുത്ത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെ വ്യാമോഹിക്കുന്ന ലോക നേതാക്കന്മാരെ വിശ്വാസം അർപ്പിക്കരുത്. ഇവർ കൈകൊടുക്കുമ്പോൾ സമാധാന കരാർ ഒപ്പിടുമ്പോൾ തന്നെ അണിയറയിൽ അണിയായുധങ്ങളുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ തെരുവീതിയിൽ ഒരു സുവിശേഷകന്റെ ആർജവീരത്തോട് വിളിച്ചു പറയുന്നു, ലോകം ശാശ്വതമായ സ്വാതന്ത്ര്യം നൽകുന്നില്ല, ലോകം ശാശ്വതമായ സമാധാനം നൽകുന്നില്ല, കെട്ടി ഉണ്ടാക്കിയ മതിലുകൾ നിനക്ക് സുരക്ഷ നൽകുന്നില്ല, വീട്ടിനകത്തകത്ത് പോലും മരണഭീതിയില്ലാതെ ഒരു അന്തി ഉറങ്ങാൻ പറ്റാത്ത കാലഘട്ടത്തിലാണെങ്കിൽ യേശു പറയുന്നു, യഥാർത്ഥ സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ മോചന വാഗ്ദാനങ്ങൾ നൽകി സമ്പുഷ്ടവും സമൃദ്ധിയുമായുള്ള കാലം സമ്മാനിക്കാമെന്ന് പറഞ്ഞു. വെച്ചു നീട്ടിയ ചെറിയ ചെറിയ കാഴ്ചകൾക്ക് മുമ്പിൽ നമ്മൾ അടിയറോ പറഞ്ഞു. പക്ഷേ ഭരണശിലാകേന്ദ്രങ്ങളിൽ ഇരുപ്പുറപ്പിച്ച് ഇന്ദ്രപ്രസ്ഥ രാജാക്കന്മാരായി നാടുവാഴാൻ തുടങ്ങിയതിനു ശേഷം മുക്കിലും മൂലയിൽ നിന്നും അട്ടിക്ക് വകയ്ക്ക് വേണ്ടി അധ്വാനിച്ചവന്റെ കയ്യിൽ നിന്ന് പണം അപകരിച്ചിട്ട് ദൂർത്താടുന്ന ഭരണശിലാകേന്ദ്രങ്ങൾ ഏത് കാലത്ത് എന്ത് സമാധാനം തരുമെന്ന് അതുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഈ ലോകം സമാധാനം തരികയില്ല. അത് ഞാനല്ല പറഞ്ഞത്, നസ്രായൻ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. വലിയൊരു തമാശപൂർവ്വം ചിന്തിക്കാനുള്ള ഗൗരവമായൊരു കാര്യമുണ്ട്. മറച്ചു വെക്കാൻ കഴിയാത്ത രഹസ്യമല്ലാത്തൊരു സത്യം. അത് മറ്റൊന്നുമല്ല, വെള്ളക്കാരെ ഓടിച്ചതാണ് ആഘോഷിക്കുന്നത്. വെള്ളക്കാരെ ഓടിച്ചിട്ട് വെള്ളക്കച്ചവടക്കാരുടെ കയ്യിൽ രാജ്യഭരണം ഏൽപ്പിച്ചിരിക്കുകയല്ലേ? രാജ്യം ഭരിക്കുന്നത് ലഹരി മാഫിയല്ലേ? രാജ്യം ഭരിക്കുന്നത് ലഹരിയുടെ സ്ഥിരാകേന്ദ്രങ്ങളല്ലേ? രാജ്യത്ത് ഏറ്റവും വിറ്റഴിക്കപ്പെടുന്നത് ലഹരി വസ്തുക്കളല്ലേ? എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രം വായിച്ചപ്പോൾ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യം, പച്ചരി വാങ്ങിക്കാൻ, മണ്ണെണ്ണ വാങ്ങിക്കാൻ, എന്തിനാണ് അല്പം റേഷനരി വാങ്ങിച്ച് അന്തിക്കത്താഴമെടുക്കാൻ ആഗ്രഹിച്ചൊരുത്തൻ റേഷൻ കടയുടെ മുൻപിൽ ചെന്നാൽ അവൻ കൈവരൽ പതിപ്പിക്കണം. കൈവരൽ പതിയുന്നില്ലെങ്കിൽ തേച്ചും തേച്ചും പതിപ്പിച്ച് രേഖപ്പെടുത്തിയാൽ മാത്രമേ അർഹതപ്പെട്ട മണ്ണെണ്ണ കിട്ടൂ, അർഹതപ്പെട്ട പച്ചരി കിട്ടൂ, അത്താഴത്തിനുള്ള വക കിട്ടൂ. പേടിക്കണ്ട. മദ്യപാനികളെ സ്നേഹിതരെ, ഉലകത്തിൽ ഭരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾ ഒരുക്കുന്ന സൗകര്യം കണ്ടോ? പച്ചരി വീട്ടിലെത്തിക്കാമെന്നല്ല, മണ്ണെണ്ണ വീട്ടിലെത്തിക്കാമെന്നല്ല, അത്താഴം വീട്ടിലെത്തിക്കാമെന്നല്ല. ഇനി വിവരേജിന്റെ മുമ്പിൽ നീ ചോദിക്കണ്ട. ബാറ്ററിയും തേളും ചക്കരയും കാറ്റിന്റെ പൊന്തയ്ക്കുള്ളിൽ കയറി മാറ്റി ചാരായം ഉണ്ടാക്കണ്ട. ബാറുകളിൽ കയറി ഇറങ്ങി ഉന്തിത്തള്ളി വാങ്ങിക്കുന്ന ജോണി വെക്കണം. മടിക്കുത്തി തിരികെ പോകുമ്പോൾ തെരുവീതിയിൽ പോലീസ് പിടിക്കുമെന്ന് പേടിക്കണ്ട. ഗവൺമെന്റ് സുവർണ സന്തോഷ വാർത്ത പുറപ്പെടുവിച്ചു. ആപ്പ് രൂപകൽപ്പന ചെയ്തു. എല്ലാ വീട്ടിലെ കുഞ്ഞുങ്ങളെയും എല്ലാ വീട്ടിലെ സ്ത്രീകളെയും നെഞ്ചത്തടിച്ചു കെട്ടുന്ന ആപ്പാണെന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുക. മദ്യം വാങ്ങിക്കാൻ കൂവിൽ നിൽക്കണ്ട, മദ്യം വാങ്ങിക്കാൻ ബന്ധപ്പെടണ്ട. ആപ്പിലൂടെ കയറി ബുക്ക് ചെയ്താൽ വീട്ടിന്റെ പടിവാതിക്കൽ നിന്റെ ഉമ്മരപ്പടിയുടെ പടിവാതിക്കൽ കൊണ്ടു നിൽക്കും മദ്യത്തിന്റെ ഏത് ബ്രാൻഡും. എന്ത് സൗകര്യമാണ് ഇത്! മനുഷ്യ സ്നേഹികളുടെ ഭരണമല്ല, ഇത് മനുഷ്യ സ്നേഹികൾക്ക് വേണ്ടുന്ന സൗകര്യമല്ല. ഇവിടെ എത്രയോ പ്രിയപ്പെട്ടവർ പട്ടിണി കിടക്കുന്നറിയാമോ? ഇവിടെ എത്രയോ പ്രിയപ്പെട്ടവർ മദ്യ ലഹരികൾ കടിമയായതിനു വേണ്ടി എത്രയോ പേർ വിധവകളായെന്നറിയാമോ? 1982 ആർക്ക് മറക്കാൻ കഴിയും? വൈപ്പിൻ മദ്യ ദുരന്തം.
പോയി, എത്ര പേർ വിധവരായി, എത്രയോ മക്കൾ അനാഥരായി. ഇതെവിടെയാ ഞാൻ ഈ പറയുന്നത്? ഈ മണ്ണിലൊരു ചരിത്രം വായിക്കാൻ കഴിയില്ല. ഈ മണ്ണിലൊരു ചരിത്രം വായിക്കാൻ കഴിയില്ല. കാലം എത്ര കഴിഞ്ഞാലും 1981 34 പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. ചരിത്രമറിയുന്ന പുനലൂരിൽ മദ്യ ദുരന്തം. കൂടപ്പിറപ്പ്, ഈ മണ്ണിലും എത്രയോ അമ്മമാര് വിധവകളായിട്ടുണ്ട്. ഈ മണ്ണിലും എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ടെന്ന് അറിയാമോ? 34ഓളം പേരെ കൊയ്തുകൊണ്ടുപോയ ജീവൻ എടുത്തുകൊണ്ട് മദ്യ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചതാണ് ഈ തൂക്കുപാലത്തിന്റെ മണ്ണ്. തീർന്ന ദുരന്ത വാർത്ത. അവിടുന്ന് അങ്ങോട്ട് മാറിയാൽ മനുഷ്യന്റെ മണിയറയ്ക്കകത്ത് കുടിച്ചിട്ട് മദ്യത്തിനകത്തുനിന്ന് വിളമ്പിക്കൊണ്ട് നിമിത്തം കല്ലുവാതിക്കൽ കണ്ടത് എത്ര പേർ പിടഞ്ഞ് 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 മരിക്കുന്നതാണ്. ഇനി പറയാൻ മലബാറിലും, ഇനി പറയാൻ എവിടെയൊക്കെയോ ഈ കേരളം കണ്ട മദ്യ ദുരന്തം കരയാൻ കഴിയും. എന്തുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിക്കുന്നു? പണ്ട് ചാരായം, പട്ടച്ചാരായം, വാറ്റുന്ന ചാരായം ഇന്ന് ഏതൊക്കെ കളറിൽ, ഏതൊക്കെ പേരിൽ, ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ വണ്ണത്തിൽ, ഏതൊക്കെ നല്ല നല്ല ഭരണികളിൽ, കുപ്പികളിൽ ഇത് കിട്ടി. തീർന്നോ? തിന്നുന്നത്, ഇറക്കുന്നത്, തുപ്പുന്നത്, ചലിക്കുന്നത്, വലിക്കുന്നത്, കുടിക്കുന്നത്, ഏതൊക്കെ സൗകര്യത്തിൽ ലഹരി വസ്തു വിപണിയിൽ എത്തിയിരിക്കുന്നുണ്ട്. ഈ തമിഴ്നാട് കടന്ന് ഇത്രയും ലഹരി വസ്തു ഈ പുനലൂർ എങ്ങനെ വരുന്നു? വിദ്യാഭ്യാസ കേന്ദ്ര പഠിക്കൽ വരെ എങ്ങനെ എത്തുന്നു? 9 വയസ്സുള്ള കുഞ്ഞ് അങ്ങനെ അടിമയാകുന്നു. ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആഹാര വസ്തുക്കൾ വിൽക്കുന്നതിനേക്കാൾ, അവശ്യ സാധനങ്ങൾ വിൽക്കുന്നതിനേക്കാൾ ആവശ്യക്കാരുള്ളതും മനുഷ്യനെന്ന വിളനിലത്തേക്ക് വിതയ്ക്കാൻ പറ്റിയ വിഷവിത്താണ് ലഹരി വസ്തു എന്നറിഞ്ഞ് ഇവിടെ പണം കൊയ്യുന്നൊരു വലിയ സംഘമുണ്ട്. എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പ്, നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പകലിറങ്ങിപ്പോയി അന്തിയോളം അധ്വാനിച്ചെങ്കിൽ നിന്റെ പണത്തിന്റെ ഒരു കാൽക്കാശ് മദ്യലോബിയുടെ പെട്ടിക്കുള്ളിൽ വീഴത്തില്ല എന്ന് ഈ രാത്രി നീ തീരുമാനിച്ചില്ലെങ്കിൽ, നീ അംഗീകരിക്കാത്ത, നീ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത പരിപാടിയുടെ ഇടവഴികളിൽ നിന്റെ തലമുറയെ നേർക്കുനേർ കാണേണ്ടി വരുമ്പോൾ ചങ്കുപടയാതിരിക്കാൻ ചങ്കുപൊട്ടി ഒരു സുവിശേഷയുടെ ഭാഷയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ലഹരി നിന്നെ നശിപ്പിക്കും. മനുഷ്യൻ പഠിച്ചു 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 അനന്ത വികാസത്തിലേക്ക് എത്തി. മാനിനെ പോലെ ചാടാൻ പഠിച്ചു, മീനിനെ പോലെ നീന്താൻ പഠിച്ചു, മുയിലിനെ പോലെ ചാടാൻ പഠിച്ചു, മാനത്ത് പറക്കാൻ പഠിച്ചു. പക്ഷെ മനുഷ്യൻ പഠിക്കാതെ പോയത്, മനുഷ്യൻ എന്ന വാക്കിനർത്ഥം വരുന്ന മനനം ചെയ്യുന്നവൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് തിന്മയെ തള്ളി നന്മ തിരഞ്ഞെടുക്കുന്നവനായി മനുഷ്യൻ മടങ്ങി വരാതെ വണ്ണം മനുഷ്യനാകാൻ മനുഷ്യന് കഴിയാതെ പോകുന്നു. തീർന്നില്ല. മൃഗം അതപ്പതിച്ചാൽ മൃഗത്തോളമേ അതപ്പതിക്കും. പക്ഷെ മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗത്തെക്കാൾ അതപ്പതിക്കുമെന്ന് എന്റെ വാക്കും ഭാഷണമില്ലാതെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ണുകളോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ രാത്രി നിമിഷം, ഈ സ്വാതന്ത്ര്യത്തിന്റെ 79ാമത്തെ ദിനത്തിന്റെ ഈ രാത്രിയിൽ, ഈ സായം സന്ധ്യയിൽ കൂടറിയാൻ വ്യഗ്രതയോടെ കാൽ വെക്കുന്ന എന്റെ കൂടപ്പിറപ്പിനോട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഉലകത്തിൽ ഒരുവനെ സമാധാനം തരൂ. മദ്യത്തിന് തരാൻ കഴിയാത്ത, മയക്കുമരുന്ന് തരാൻ കഴിയാത്ത, MDMAക്ക് തരാൻ കഴിയാത്ത, രാസവസ്തുക്ക് തരാൻ കഴിയാത്ത, ഉലകത്തിന് യാതൊന്നും തരാൻ കഴിയാത്ത ഒരൊറ്റ സമാധാനം, ഒരേ ഒരു സമാധാനം ഉലകത്തിന് ഒരുവനെ തരാൻ കഴിയൂ. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ചോദിച്ചാൽ, ആ സമാധാനം അനുഭവിച്ചവരാ ഞങ്ങൾ മുഴുവൻ പേര് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലോ ഒരുമിച്ച് നമുക്ക് വിളിച്ചു പറയോ, മറ്റൊരുത്തരിലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാൽപരിമാറ്റത്തിലെ തിടുക്കം കൂട്ടി വീടമയാനായി വ്യഗ്രത കൂട്ടുന്നതിന്റെ കൂടപ്പിറപ്പേ, ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവന്മാർക്ക് വേറെ പണിയില്ലേ? എത്രയോ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കേട്ട് കേട്ട് ഞങ്ങൾക്ക് ശീലമായെന്ന് ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ ഇതുപോലെ തെരുവീതികളിലെ ഓടകളിലും വീട്ടിൽ കയറാതെയും മദ്യപിച്ചും വീടന്വേഷിക്കാതെയും വിവേചനാധികാരമായ വിഭാവനം ചെയ്യുന്ന ഒരു കുടുംബം എന്താണെന്നറിയാതെ ഞങ്ങൾ നശിച്ചു പോയിരുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന്റെ തുല്യനത്തിലെ. എത്ര വല്ല പണക്കാരനായാലും എത്ര വല്ല പണ്ഡിതനായാലും കൊട്ടാരം വെച്ച് മട്ടുപ്പാവിൽ താമസിക്കുന്ന ആളായെന്ന് പറഞ്ഞാലും ഈ രാത്രി കേട്ടോ, വിവേകഹീനനായ ശരി തെറ്റ് തിരിച്ചറിഞ്ഞ് തെറ്റ് തള്ളി ശരി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നെങ്കിൽ, പാപത്തിന് അടിമയാകുന്നെങ്കിൽ, ലഹരിക്ക് അടിമയാകുന്നെങ്കിൽ, ലോകത്തിന് അടിമയാകുന്നെങ്കിൽ, വചനം പറയുന്നു തങ്ങൾ
നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിലൂടെ നിത്യരക്ഷ അനുഭവിച്ച ഈ സുവിശേഷരാജികളെ ഞങ്ങൾ ഒരുമിച്ച് ഈ പുനലൂരിന്റെ തെരുവറിയാൻ വിളിച്ചു പറയുന്നു. ഞങ്ങൾ അറിഞ്ഞൊരു ദിവ്യ സമാധാനമുണ്ട്, ഞങ്ങൾ അറിഞ്ഞൊരു ദിവ്യ സന്തോഷമുണ്ട്. അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ആളുകളിലേക്ക് ഇറങ്ങിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞൊരു കുടുംബമുണ്ട്, ഞങ്ങളൊരു ആത്മസന്തോഷമുണ്ട്. പണ്ടൊരു പിതാവ് മുറ്റത്ത് വെച്ചിരിക്കുന്ന തെങ്ങിനകത്ത് ഭാഗപ്പെട്ട കല്ലെടുക്കാനായി വലിഞ്ഞു കയറിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മോളിച്ചെന്ന് കുടത്തിൽ നിറഞ്ഞ കല്ല് മോന്തി വലിച്ചു കുടിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ അകത്ത് പ്രാർത്ഥനിക്കാൻ ജപമാല ചൊല്ലിക്കുന്ന മകൻ പുറത്തേക്ക് പോയി അത്യാവശ്യം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അവൻ കല്ലെടുത്ത് കുടിക്കാൻ ആ തെങ്ങിലേക്ക് വലിഞ്ഞു കയറി. ഏതാണ്ട് തെങ്ങിന്റെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ അപ്പനും മകനും കൂടെ അവിടെ വെച്ച് സമ്മേളിച്ചു. അപ്പൻ മകനോട് ചോദിച്ചു, എവിടെ പോകുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതി പറയാൻ വന്നതാണെന്ന്. എന്നെ കേൾക്കുന്ന മക്കളുടെ ഭാവി, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുത്ത് മക്കളെ നല്ല നിലയിൽ വരുത്താൻ ആഗ്രഹിക്കാത്ത ആരും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളുടെ മകനെയും മകളെയും കാണേണ്ടാത്തടുത്ത് വെച്ചും തകർക്കപ്പെട്ട ജീവിതത്തിന്റെ പടുകുടിയിൽ വെച്ചും കാണേണ്ടി വരുന്ന ദുരന്ത ഭൂമിയായി നിങ്ങളുടെ വീട് മാറുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. എന്റെ പ്രിയ കൂടപ്പുറപ്പെ, ഒരുമിച്ച് ക്രിസ്തീയ സന്തോഷത്തിന്റെ സമാധാനം അനുഭവിച്ച ഒരു ലക്ഷം പേർ പ്രഭാതം ഉദിച്ചു എന്ന് സൂര്യൻ അങ്ങ് കിഴക്കേ ചക്രവാളത്തിൽ തലയെടുക്കുന്നതിന് മുമ്പ് വീടിന്റെ പടിവാതിൽ കൊട്ടിയടച്ച് ഈ തെരുവിൽ മഴയും വെയിലും കൊണ്ട്, വെയിലും മഴയും കൊണ്ട്, മഴ നനഞ്ഞും വെയിലുകൊണ്ടും ഈ തെരുവിൽ അലഞ്ഞു തിരിയുന്നത് വേറെ ജോലി നിവർത്തിയില്ലാഞ്ഞിട്ടല്ല. വിദ്യാസമ്പന്നർ ഈ കൂട്ടത്തിലുണ്ട്. പല സംവിധാനങ്ങൾ സ്വന്തമായി അധ്വാനത്തെ കൈമുതലാക്കിയവർ ഇതിനകത്തുണ്ട്. പഠനം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഉന്നതി പദവി അലങ്കരിക്കുന്നവർ ഇതിനകത്തുണ്ട്. കല കൊണ്ടും കലാബോധം കൊണ്ടും ജനശ്രദ്ധ യാചിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. കഴിവുകെട്ടവരുടെ കഴിവുകേടിന്റെ നാടകമല്ല ഈ വിളമ്പുന്നത്. ജീവിതത്തിന്റെ ആയുസ് മുഴുവൻ നഷ്ടമായി പോകാതിന് മുമ്പ് യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം മാടി വിളിച്ചതിന്റെ മഹാസന്തോഷം ആ വിളംബരം ഞങ്ങൾ വിളിച്ചറിയിക്കുകയാണ്. ലോകത്തിന് 79, 80, 90, 100 സ്വാതന്ത്ര്യം ആഘോഷിക്കട്ടെ. നമുക്കും ചേരാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പക്ഷെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉലകത്തിന് നൽകാൻ കഴിയില്ല. യഥാർത്ഥ സമാധാനം ഉലകത്തിന് നൽകാൻ കഴിയില്ല. യഥാർത്ഥ സന്തോഷം ഈ മണ്ണിന് നൽകാൻ കഴിയില്ല. ഞാൻ അനുഭവിച്ച സന്തോഷത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കടകളിലും ഈ വ്യവസായ കേന്ദ്രങ്ങളിലും വാഹനങ്ങളിലും സഞ്ചാരങ്ങളായി മുന്നോട്ട് പോക്കി കാലുകളടക്കി അല്പം ഞങ്ങൾ ശ്രദ്ധിച്ച് കൂടെ പുറപ്പെ. ഈ നിമിഷം നിങ്ങൾ ആരെങ്കിലും ഈ മഹാസന്തോഷത്തിന്റെ ആഴമേറിയ അനുഭവം അറിയാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഒരു ദൈവദാസൻ നിലയിൽ ഞാൻ നിങ്ങളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആഗ്രഹിക്കുന്നെങ്കിലും ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സമയം വരെ ഞങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.